നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി 12, 13, 14 തീയതികളിലായി കൊട്ടാരക്കര മിനർവ എംപയർ തിയേറ്ററിൽ 36 ഷോർട്ട് ഫിലിമുകളും 9 ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കുന്നു. ഇതിന്റെ മുന്നോടിയായി ഇന്നലെ ചന്തമുക്കിൽ വെച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിക്കുകയുണ്ടായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ഫിലിമുകൾക്കും ഡോക്യുമെന്ററികൾക്കും ക്യാഷ് അവാർഡും മൊമെന്റോയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈവൻ്റാണ്. ഈ ഈവൻറ്റിൽ നമ്മുടെ വിനായകൻ്റെ വയലിൻ ഫ്യൂഷൻ കണ്ടു. ഇനിയിപ്പോൾ നമ്മുടെ കുന്നിക്കോട് കടുമംഗലേശൻ തിരുവാതിര കളി സമിതിയുടെ മെഗാ തിരുവാതിരയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്.
കൊട്ടാരക്കര ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 12 മുതൽ 14 വരെ നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവാതിര കളിയാണ് ഇവിടെ നടന്നത്. ഏകദേശം 60ഓളം ഷോർട്ട് ഫിലിമുകളുടെ സ്ക്രീനിങ് കഴിഞ്ഞു, ഡോക്യുമെൻ്ററികളുടെ സ്ക്രീനിങ് കഴിഞ്ഞു. 35 ഷോർട്ട് ഫിലിമും അതോടൊപ്പം തന്നെ 10 ഡോക്യുമെൻ്ററിയുടെ പ്രദർശനമാണ് നമ്മുടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മിനർവ എംബിആർ തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ക്യാഷ് അവാർഡുകളും അതോടൊപ്പം തന്നെ മൊമെൻറ്റുകളും വിതരണം ചെയ്യുന്നതാണ്. അതിൻ്റെ സമാപനം ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് 14-ാം തീയതി വൈകിട്ട് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അതിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, അതോടൊപ്പം തന്നെ KSFDC ചെയർമാൻ ഷാജിയൻ കരുൺ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ആ ചടങ്ങിൽ വെച്ചായിരിക്കും ഈ സമ്മാനദാനം വിതരണം ചെയ്യുന്നത്. എൻ്റെ പേര് പല്ലിശ്ശേരി, ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടറാണ്. ഞങ്ങളിങ്ങനെ ഇത്തരം കാര്യം ആലോചിച്ചത് കഴിഞ്ഞ 46 വർഷമായി രൂപീകൃതമായൊരു സംഘടനയാണിത്. കൊട്ടാരക്കര ശ്രീധരൻ നായരും ചന്ദ്രശേഖരൻ നായരും രക്ഷാധികാരികളായിരുന്നു. ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഇത്തവണ, അതായത് ഒരു ഫെസ്റ്റിവൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ വലിയ ഈവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഘടിപ്പിച്ചത്. അങ്ങനെ സംഘടിപ്പിച്ച് ഞങ്ങൾക്കൊരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു, ഇത് നീതിപൂർവമായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തരായ സംസ്ഥാന ദേശീയ അവാർഡുകളിൽ ജൂറിമാരായിരുന്ന ആർ ശരത്ത്, വിജയകൃഷ്ണൻ, സംവിധായകൻ രഞ്ജിലാൽ എന്നിവരെ 3 ജൂറിമാരാണ് ഈ 60 ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററിയിൽ നിന്ന് കുറച്ച് തിരഞ്ഞെടുത്തത്. നീതിപൂർണമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അതെന്ന് ആലോചിക്കണം. 12, 13, 14 തീയതികളിലാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഷോർട്ട് ഫിലിം 25,000 രൂപയും നല്ല ഡോക്യുമെൻ്ററിക്ക് 20,000 രൂപയും പിന്നെ നടി, നടൻ, ഛായാഗ്രാഹകൻ, തിരക്കഥാകൃത്ത് അങ്ങനെ എല്ലാവർക്കും അവാർഡുകൾ നൽകുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നീതിപൂർവമായിരിക്കും ചെയ്യുക. സമ്മാനം എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മൾ അവാർഡ് പ്രഖ്യാപിക്കുന്നതും 14-ാം തീയതിയാണെന്ന് ആലോചിക്കണം. ഇതുവരെ എല്ലാം വളരെ രഹസ്യമായിട്ടാണ് ജൂറിമാരെ വെച്ച്, ഞങ്ങൾക്ക് പോലും ഇതിൻ്റെ റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത്രയും നീതിപൂർവമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിന് കടപ്പാടെന്ന് വെച്ചാൽ ഇപ്പോൾ നിർമ്മാതാവായ അനിൽകുമാർ അമ്പലക്കര, ശിവകുമാർ, പിന്നെ ഞങ്ങളുടെ മുരളീധരൻപിള്ള, ഇങ്ങനെ ഒരു വലിയ സംഘം തന്നെ സജീവമായി ഊണും ഉറക്കവും ഉപയോഗിച്ച് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളിതിന് വളരെ ചുരുങ്ങിയ 10-15 പേരെ കണ്ടിട്ടാണ് ഞങ്ങളോട് ഇതിന് സഹകരിച്ചിട്ടുള്ളത്. കൂടുതൽ വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഇരട്ടി സാഹചര്യം ഉൾക്കൊണ്ട് വളരെ വലിയ രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ പ്രോഗ്രാം നടത്തും. പിന്നെ നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ നിർമ്മാതാവുമായി പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വരും വർഷങ്ങളിൽ കുറേയും കൂടി സജീവ ക്ലാസ്സുകൾ നമ്മുടെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും കുറേ ക്ലാസ്സുകളുടെ ആവശ്യമുണ്ട്. ആ ക്ലാസ്സിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സഹകരണം നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടായാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ SS വിനായക്, സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വയലിൻ വെസ്റ്റേൺ മത്സരത്തിൽ A ഗ്രേഡ് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ 2ാം തവണയാണ് കഴിഞ്ഞ വട്ടം കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടാൻ സാധിച്ചു. പിന്നെ കൊല്ലംകാരനായതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൊല്ലത്ത് നിന്നും പോയി A ഗ്രേഡ് നേടുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഈ വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷമായിരിക്കുകയാണ്. ഗുരു അടൂർ സന്തോഷ് കുമാർ സാറാണ്, കൊച്ചിൻ കലാഭവൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 2ാം തവണ വീണ്ടും ഈ ഒരു A ഗ്രേഡ് കിട്ടുക എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിലാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിലും A ഗ്രേഡ് സ്വന്തമാക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ആ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ വളരെയധികം പ്രോത്സാഹനമുണ്ട്. അത് മെയിൻ കാരണം അച്ഛനാണ്. വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും മോനെ A ഗ്രേഡ് മേടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വർഷവും നമ്മുടെ ജില്ലയിൽ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് മേടിക്കാൻ സാധിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് അവൻ്റെ ഗുരു തന്നെയാണ്. ശ്രീ സന്തോഷ് കുമാർ അടൂർ, അദ്ദേഹമാണ് അവൻ്റെ വയലിൻ്റെ ഗുരു.
അദ്ദേഹം കൊച്ചിൻ കലാഭവനിലെ വയലിൻ ആർട്ടിസ്റ്റാണ്. സ്കൂളിലെ പഠിക്കുന്ന സ്കൂള് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടുത്തെ അധ്യാപകർ, പ്രിൻസിപ്പൽ, മറ്റ് സ്റ്റാഫ് എല്ലാവരും, കുട്ടികൾ, സുഹൃത്തുക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് മോന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ വിവിധ പ്രോഗ്രാമുകൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഇനിയിപ്പോൾ കേരളോത്സവം, അതിൻ്റെ സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ പങ്കെടുക്കാൻ പോകുന്നുണ്ട് കോഴിക്കോട്. അതുപോലെ കൊട്ടാരക്കരയിലെ കലാസാംസ്കാരിക സംഘടനകൾ ഇന്നിപ്പോൾ ഇതുപോലെ നമ്മുടെ കൊട്ടാരക്കര ഫിലിം സൊസൈറ്റിയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾക്ക് മോന് അവസരം കൊടുത്തതിൽ തന്നെ ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. അതുപോലെ വിനായകൻ്റെ മുന്നോട്ടുള്ള ഈ കലാരംഗത്തെ പ്രവർത്തനങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ കലാസാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.